ബിഗ് ബോസിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ എന്തായിരിക്കും മറുപടി? ഇപ്പം എന്തായാലും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്നേ പറയുള്ളൂ. അവരെന്നെ കയറ്റത്തൂല്ല. ഞാൻ പ്രഗ്നന്റ് ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരെന്നെ എനിക്കിപ്പോൾ താല്പര്യം ഉണ്ടെങ്കിലും ഗെറ്റ് ഔട്ട് അടിക്കും. ഇത് സീസൺസിൽ കോൾ വന്നിട്ടുണ്ട്. രണ്ട് സീസൺസിൽ, ഒന്ന് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടും ഒരു ഇതിലും എനിക്ക് കോൾ വന്നിട്ടുണ്ട്. അത് രണ്ടും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ എൻ്റെ വീട്ടുകാർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിൽ ഒരു പ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ PG ചെയ്തുകൊണ്ടിരിക്കുന്നത്, പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ടൈമായിരുന്നു. അപ്പൊ എനിക്ക് എക്സാം ഒക്കെയാണ്, സ്റ്റഡീസിനെ ബാധിക്കുന്നുള്ള എക്സാംസ് ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ പോയേനെ ഉറപ്പായിട്ടും. പിന്നെ ഒരു ടൈം എൻ്റെ വീട്ടുകാർക്ക് ഇതില്ല. ഇനിയിപ്പോൾ എന്തായാലും എൻ്റെ വീട്ടുകാർ എന്നെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ ഞാനും പോകും തോന്നുന്നില്ല. എനിക്ക് ഓരോ സീസൺ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് പറ്റിയൊരു ഷോ അല്ല ബിഗ് ബോസ് എന്നുള്ളത് തോന്നുന്നു. ആദ്യമൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റിയും എക്സൈറ്റ്മെന്റ് ആയിരുന്നു, അയ്യോ എനിക്ക് പോകണം 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 എന്നുള്ളത്. പതുക്കെ പതുക്കെ ആ ക്യൂരിയോസിറ്റി എക്സൈറ്റ്മെന്റ് ഇല്ലാതായി. ഇനി എനിക്കറിയില്ല, ചിലപ്പോൾ മാറും, എൻ്റെ തീരുമാനങ്ങളൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. ഞാൻ ഇന്നിപ്പോൾ പറയും ഞാൻ പോവില്ല എന്ന് പറയും. എനിക്ക് 2 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കോൾ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് എനിക്ക് ചിലപ്പോൾ തോന്നും ഒന്ന് പോയി നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നൊക്കെ. ഇപ്പം എന്തായാലും ഇല്ല. അതായത് നമ്മൾ ഒരുപാട് പേരുടെ കാര്യം കണ്ടെന്ന് വെച്ചാൽ ബിഗ് ബോസിൽ പോകുന്നത് വരെ നമ്മൾ വിചാരിച്ചിരുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കില്ല അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്നുള്ളത്. അപ്പൊ ആ രീതിയിലൊരു ടെൻഷൻ ഉണ്ട്. അതായത് എൻ്റെ യഥാർത്ഥ ക്യാരക്ടർ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കറിയില്ല ഇപ്പൊ അവരുടെ ക്യാരക്ടർ എന്തായിരുന്നു പുറത്തുനിന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് ആ ഒരു ടെൻഷനൊന്നും ഇല്ല. അവരുടെ പുറത്തുള്ള ക്യാരക്ടർ തന്നെയായിരിക്കും ചിലപ്പോൾ ഉള്ളിൽ കാണിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വ്യത്യാസം അങ്ങനെയൊന്നും എനിക്ക് ക്യാരക്ടർ ഒന്നുമില്ല. ഇപ്പൊ എന്റെ ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്റെ വീട്ടുകാരൊന്നും തന്നെ അടുപ്പിക്കത്തില്ലല്ലോ, എന്റെ ഫ്രണ്ട്സ് ഒന്നും തന്നെ അടുപ്പിക്കത്തില്ലല്ലോ, അങ്ങനെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളാത്തതാണെങ്കിൽ. അങ്ങനെ ഒരു ടെൻഷൻ എനിക്കില്ല.